മോനെ സഹദേവാ, അമ്മേ, നീ ആരുടെ കാര്യമായി പറഞ്ഞത്? അല്ലമ്മേ, ഞാനീ അച്ഛൻ. നീ അച്ഛനോ? അതല്ല, അച്ഛൻ വന്നിട്ടല്ലേ. ദേ അപ്പുറത്തുണ്ട്. രാവിലെ തുടങ്ങി കണക്ക് പറച്ചില്. കടയിൽ 2500 രൂപയോ? ആ 2500 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഫുള്ള് വാങ്ങിക്കായിരുന്നു. അരി, ഉപ്പ്, മുളക്, പഞ്ചസാര, മുട്ട 200, പവർ മാൾട്ട് 2 ടിന്ന്, ഹെർക്കുലീസ് 5 കുപ്പി, അല്ല ഹോർലിക്സ് 5 കുപ്പി. ഇത് വേറെ ആരൊരു കണക്കാ? അല്ല, ഇത് ഇവിടുത്തെ കണക്ക് തന്നെയാ. ഈ മൂലംകുഴിയിൽ സഹദേവൻ പോലീസ് ഓഫീസർ ആവാനുള്ള റിട്ടൺ ടെസ്റ്റ് പാസ്സായെന്ന് കരുതി സെലക്ഷൻ കിട്ടണമെന്നില്ല. ഫിസിക്കൽ ടെസ്റ്റ് കൂടി ഒന്ന് കടന്നു കിട്ടണം. അതിന് ഇത്ര മുട്ട കഴിക്കണോ? വയറ്റിൽ കൊക്കപ്പുഴ ഉണ്ടല്ലേ. അല്ലട മോനെ, നീ ജീവിക്കാൻ വേണ്ടി തിന്നുന്നോ അതോ തിന്നാൻ വേണ്ടി ജീവിക്കുന്നോ? അച്ഛാ, ഭക്ഷണ കാര്യത്തിൽ ഒരിക്കലും ഒരച്ഛൻ മകനോട് കണക്ക് പറയരുത്. പക്ഷേ പലചരക്ക് കടക്കാരൻ എന്നോട് കണക്ക് പറയുന്നു. സഹദേവാ, ഇത്രയും ചെലവ് ചെയ്തിട്ട് നീ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായില്ലെങ്കിലോ? കൊളംബിയ തകർന്നു വീണു എന്ന് കരുതി അമേരിക്ക റോക്കറ്റ് വിക്ഷേപണങ്ങൾ നിർത്തുന്നുണ്ടോ? എടാ മോനെ, ഇത് അമേരിക്ക അല്ല. അമേരിക്ക മാവുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന പാവങ്ങളാ. മോനെ ഹോർലിക്സ്. താങ്ക്സ്. നീ കുടിച്ചോ. ഇന്ന് നേന്ത്രപ്പഴം ഇല്ല കേട്ടോ. ഇല്ല? അപ്പൊ ഇന്ന് വൈറ്റമിൻ സി ഇല്ല? ഇല്ല. ഓ, ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻ സി ചോർന്ന് പോണു വിക്രമാ. വൈറ്റമിൻ 3X. അത് ശരി. അച്ഛന്റെ ഈ ഒടുക്കത്തെ കുടി നിർത്താതെ ഈ കുടുംബം നന്നാവില്ല. ഉദാഹരണത്തിന് ഇന്ന് ഇവിടെ നേന്ത്രപ്പഴം ഇല്ല. അതൊക്കെ പോട്ടെ, എനിക്കിടാൻ നല്ലൊരു പാന്റ് ഉണ്ടോ, ഷർട്ട് ഉണ്ടോ, ഷൂ ഉണ്ടോ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. അതൊക്കെ കാരണവന്മാര് ചെയ്ത എന്താ? നിങ്ങൾ ഒരാളെ എന്റെ അച്ഛനെ നശിപ്പിക്കുന്നത്. ഇന്നലെ നിന്റെ അച്ഛൻ കുടിച്ചില്ല, എനിക്ക് പങ്കില്ല. കുടിച്ചുള്ള വില പോയി. അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. എന്റെ അച്ഛനുള്ള വിലക്ക് മതി. ഇനി വിക്രമേട്ടനായിട്ട് അച്ഛന്റെ വില കൂട്ടാൻ നിൽക്കണ്ട. എന്റെ അച്ഛന്റെ കൂടെ നടന്ന് ഈ കുടുംബം നശിപ്പിക്കാൻ നോക്കല്ലേ. റിക്വസ്റ്റ്. നിന്റെ അച്ഛന്റെ കൂട്ടുകൂടി എന്റെ കുടുംബമാണ് നശിച്ചത്. എന്റെ ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റിയാക്കി വെള്ളം പഠിച്ചു കൊടുത്തിട്ടുണ്ട്. നിനക്കറിയോ, എന്നെ ഇപ്പൊ എന്റെ ഭാര്യ വീട്ടിൽ കേട്ടല്ല. ഞാനിപ്പോ ചന്ദ്രന്റെ ഭാര്യയുടെ കൂടെയാണ്. അയാളുടെ വൃത്തികെട്ട 2 മക്കൾ ഇപ്പൊ എന്റെ തലേതാ. എനിക്ക് തന്നെ ഇത് വേണം. പ്രഭാകരേട്ടാ, ഞാൻ പോവാണ്. വിക്രമാ, ഞാൻ പോന്നേ. ഞാൻ പോയിക്കോളാം. ഇനി ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടില്ല. നിന്റെ തന്ത കുടിക്കുന്നതിന്റെ കാരണം ഞാനല്ല, നിന്റെ അളിയനാ SI തണ്ടിയാണ്. ചോദിച്ചു നോക്ക്. കാണുമ്പോ നിന്റെ അച്ഛൻ സല്യൂട്ട് ചെയ്തില്ലെങ്കിലേ ആ ചെറ്റക്ക് സഹിക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ആ പരട്ടാളി എന്റെ നേരെ വന്നാലുണ്ടല്ലോ, നിന്റെ പെങ്ങനെ മറ്റവനാണെന്ന് ഞാൻ നോക്കൂല. ഞാൻ കല്ലറിഞ്ഞു വന്നാലും. എന്താടോ, ആരെ കൊല്ലുന്നാ താൻ വിളിച്ചു പോകുന്നേ? അല്ല, ഞാൻ പറയാം. പറയല്ലേ. ഏതോ ഒരു കൊടിച്ചിപ്പട്ടി കുറെ കാലമായി എന്റെ അച്ഛനെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ആ കൊടിച്ചിപ്പട്ടിയെ കണ്ടാൽ തല്ലി കൊല്ലാന്ന് ഞങ്ങൾ പറയായിരുന്നു. കഴുത്തി ബെൽറ്റ് ഇട്ട പട്ടിയാണോ? അല്ല, അരയിൽ നല്ല വീതിയുള്ള ബെൽറ്റ് ഇട്ട പട്ടി. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും വേണ്ട. നിങ്ങൾ കുടുംബക്കാരല്ലേ? കുടുംബക്കാരൻ ഇതിന്റെ അകത്തേം കാലൂത്തില്ല. ഈ കള്ളന്മാരുടെ കൂടെ ഒരു കൊച്ചു കള്ളനുണ്ടല്ലോ, കൊച്ചുണ്ണി, അവനെ പൊക്കാനാണ് ഞാൻ വന്നത്. നാളെ കാവിലുത്സവല്ലേ, അതിനു മുമ്പ് അവന്മാരെയൊക്കെ പൊക്കി അകത്തിട്ടാലേ എനിക്ക് മനസ്സമാധാനമായിട്ട് പാപ്പിന് ശരി ചിലപ്പോൾ ബാല കാണാൻ കഴിയൂ. ജരാസന്ധ അകത്തേക്ക് കയറുന്നില്ലേ? ഓ, കൊറേ കാലം ഇതിനകത്ത് തന്നെ ആയിരുന്നല്ലോ. ഒന്ന് കയറിയേച്ചുമ്പോ എന്താ സ്വർണ്ണം ഇരിക്കുന്ന അവിടെ? ഇവളിപ്പോ അമ്മയുടെ മോളല്ലമ്മേ, ഒരു പോലീസുകാരന്റെ ഭാര്യ. ഇവിടെ കയറുന്നതിനേക്കാൾ അന്തസ് അവൾക്ക് ആ കള്ളന്റെ വീട്ടിൽ കയറുന്ന. അവിടെ നാം എന്തെങ്കിലും അടിച്ചോണ്ട് പോവാലോ, അതിന് കേസും ഉണ്ടാവില്ല. ഇത്തരം ചീള് കേസിനോട് സംസാരിച്ച് നിന്റെ അന്തസ്സുകളല്ലേ. കൊച്ചുണ്ണി, ഡാ മോനെ. എന്താ ഡാഡ്, 7 to 9 എനിക്ക് പഠിക്കലാണെന്ന് അറിയില്ലേ? പഠിക്കല് പോലീസ് ഒന്നും ഇപ്പൊ ഉണ്ട്. ഓ, പൂവർ പോലീസ്, കഷ്ടം. അപ്പൊ ഇത്തവണത്തെ ഉത്സവ കളക്ഷൻ ഗോവിന്ദ. അച്ഛന്റെ പേര് പറഞ്ഞു വിളിക്കും. അച്ഛന്റെ പേര് വിളിച്ചതല്ല, പിന്നെ ഉത്സവ കളക്ഷൻ ഗോവിന്ദ എന്ന് പറഞ്ഞതാ. ഞാൻ കിടന്ന് കാണുന്നുണ്ട്, ഞാനിവിടെ ഇല്ലാന്ന് പറ. ശരി, ഓക്കേ മൈ ഡിയർ സൺ. എന്താടോ തുറക്കാൻ എത്ര താമസം? അത് അടഞ്ഞു കിടന്നുകൊണ്ടാ സാർ. നിക്കറോ? താൻ LKG-യിലാണോ പഠിക്കുന്നത്? അല്ല സാർ, ഇതൊക്കെ ഗൾഫാ. ഇയാളുടെ മകൻ ഗൾഫാരുടെ വീട്ടിൽ മാത്രം കക്കൂ. ഒന്ന് മാറി നേട്ടാ. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെ ഇട്ടല്ലേ ചേട്ടാ? എല്ലാം ഫ്രീ അല്ലേ. ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടയിക്കോ. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ല, പരാതി വേണ്ട. എന്ത് സൈസ് ഉണ്ണിയാ? കൊച്ചുണ്ണി. അവനെവിടെ? അവനിവിടെ ഇല്ല. വീട് സെർച്ച് ചെയ്യണോ? ഇത് കണ്ടോ ചേട്ടാ? അത് നീ എടുത്തോ? ഇത് ജപ്പാന്റെ ആണോ? അല്ല, രാജപ്പന്റെ അതൊക്കെ പറമ്പില്ല. അപ്പൊ ഈ സാധനം ഞാൻ എടുക്കുകയാണ്. സാറേ, കുളിമുറിൽ ആരോ ഉണ്ട്. എടാ തൊരപ്പാ. എന്തിനാ എന്നെ കുരക്കണേ? നിനക്ക് എന്തിന്റെ കേടാ? നല്ല അടി കൊള്ളാത്ത കേടാ. കുറക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞതാ. അയ്യോ,
നിന്റെ തലാര എവിടെ കൊണ്ടെന്ന് വെച്ചേ? തല മാത്രമല്ലടാ ഉടലുണ്ട് താഴെ. നിന്റെ കൊടലേനെടുക്കും. നീ ആരോട് വെച്ചിട്ട് വീടിനകത്ത് കയറിയത്? വീടിനകത്തല്ലല്ലോ കയറിയത്, ഞാൻ ഈ ബക്കറ്റിനകത്തല്ല കയറിയത്. എടാ തൊരപ്പ എണിക്കടാ. നീ ബഹളം വെക്കല്ലേ, ആ പോലീസുകാരൊന്ന് പൊക്കോട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ഒന്നുമില്ല, നമ്മുടെ സുഹൃത്തുക്കളല്ലേടാ. സുഹൃത്തുക്കളാ? നീ കള്ളൻ ഫാമിലി, ഞാൻ പോലീസ് ഫാമിലി. നമ്മുടെ ഫാമിലികൾ തമ്മിൽ ചേരില്ല. സൗദേവാ, ഈ ലോകത്ത് കള്ളന്മാരില്ലെങ്കിൽ പിന്നെ പോലീസുകാരില്ലട്ടാ, അത് നീ മറക്കണ്ട. പോലീസ് ഉണ്ടോ ഇല്ലെന്നെ കൊണ്ട് ഞാൻ കാണിച്ചു തരാടാ. കിട്ടിയോ? കൊച്ചുണ്ണിയെ പറമ്പിലൊന്നും കണ്ടില്ല സാർ. അവൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട്, എനിക്ക് ഉറപ്പാ. ഈ കോമാണ്ടത്തെ നീ കാലൂത്തെ മുട്ടിലെന്തെങ്കിലും ഓടിക്കും. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ആണ് വേണമെങ്കിൽ പിടിച്ചോണ്ടോ നോക്ക്. ഇല്ല, ഞാൻ എന്റെ പാട്ടിനെ അങ്ങോട്ട് പോകും. ഇതാ സാറ് വിളിച്ച ഞാൻ സ്റ്റേഷനിൽ വരാത്തത്. ഞാൻ കേറിക്കോളാം. അളിയൻ സാറേ, ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് നിങ്ങളോട് ബഹുമാനമുള്ളൂ. 10 കാശ് സ്ത്രീധനം കൊടുക്കാനില്ലാതെ എൻ്റെ ഈ പെങ്ങൾ ഇവിടെ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾ കയ്യും കലാശമൊക്കെ കാണിച്ച് എൻ്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചു. ഒരാങ്ങളെ എന്ന നിലയ്ക്ക് എനിക്ക് ആ കാര്യത്തിൽ നന്ദിയുണ്ട് നിങ്ങളോട്. എന്ന് കരുതി എൻ്റെ അച്ഛൻ്റെ മെക്കെട്ടെങ്ങാനും കയറാൻ ശ്രമിച്ച ഈ മൂലംകുഴിയിൽ സഹദേവൻ ആരാന്ന് നിങ്ങൾ അറിയും. ചെല്ല. ഇപ്പൊ എനിക്ക് ഉറപ്പായി നീ ഒരു SI ആവുന്നു. പോയി മേടിക്കടാ ഷൂസും പാന്റും ഒക്കെ. എണ്ണൊന്നും വേണ്ട. എന്നാ പോയി മേടിക്ക്, പോയി മേടിക്കടാ. ഇതെങ്ങനെയുണ്ട്? ഇത് മതി. ഓക്കെ. എന്താ എന്ത് പണ്ടാറത്? ഷൂസിന്റെ അകത്ത് തിന്നത്? അയ്യേ, ഷൂസ് ഇട്ട് പാണിരാക്കും. എവിടെ നോക്കിയോ നടക്കണത്? ആരോ വീഴ്ത്തിയതാ. സോറി, ഷൂ വാങ്ങിച്ചിട്ട്. എന്തെന്നാലത് എവിടെ വെക്ക? ചോറില് കല്ല് കണ്ടുണ്ട്. സോക്സിൽ ആദ്യാട്ടാ. തലയൊന്ന് മൊട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു. ആ മോളിലിരിക്കുന്ന എന്റെയാണ്. എനിക്ക് തന്നിട്ട് പോവൂ. ഒന്നുമില്ല. ഓക്കെ സോറി. ആരുടെ മുമ്പിലും ഓക്കെ. റോഡിൽ ഞൊണ്ടി കളിക്കാറ തെണ്ടി. ഇനി ഒന്നും പറയരുത്. ഞാൻ മാറി. പ്ലീസ്. വലിയ കഷ്ടായി പോയി. ആറ്റുനോറ്റൊരു ഷൂ വാങ്ങിച്ചിട്ട് കൊതി തീർന്നില്ല. ഈ ഒരു ഷൂ കൊണ്ട് ആരടാ അമ്മൂമ്മയ്ക്ക് പിണ്ടം വെക്കാനാ? അച്ഛന്റെ മുഖത്ത് ഷൂസ് ഇടാണ്ട് എങ്ങനെ നോക്കും? എന്താ താഴ്ന്നു പോവില്ലേ? തന്നിട്ട് പോകൂട്ടി. ഞാൻ വന്നോട്ടെ പ്ലീസ്. പോക്കത് നത്തിങ് ടു വറി. ഒരല്പ BP ഉള്ളത് ഒഴിച്ചാൽ ഒരു കുഴപ്പമില്ല. ടെൻഷൻ ഒന്ന് കുറച്ചാൽ മതി. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ടെൻഷൻ കുറയ്ക്കാനോ? അമ്മയ്ക്കും മോക്കും ഇപ്പൊ സമാധാനമായല്ലോ. അച്ഛനൊന്നുമില്ല മോളെ.
എനിക്കൊരു ചെറിയ പനി വന്നാൽ പോലും ഇവൾക്ക് പേടിയാ, മരിച്ചു പോകും. സമയമായിട്ടുണ്ടേ മരിക്കും അല്ലേ ഡോക്ടറെ? हेलो, दिल्ली से रतन था। आप लोगों के जरिए रवि मेनन की मौत की खबर सुनने के लिए बाबा इंतजार कर रहे हैं। श्योर, आज हमारे काम करने का अच्छा मौका है। गुड। जी हाँ, we are going to set the bomb. It will blast at the right time. जी। സാറേ, സാറേ ഫോൺ. ദൈവമേ, ആ ഉണ്ടവാസം എന്നെ വിളിക്കാന്ന് പറഞ്ഞതാ. ഞാൻ ഇവിടുത്തെ നമ്പറാ കൊടുത്തത്. ഈ പോലീസുകാർക്ക് ഉത്തരവാദിത്തമില്ലെന്ന് വെച്ചാ ഈ അയ്യൊന്ന് വിളിച്ചേ. ഞാൻ ഹലോ ഉണ്ടവാസാ. സോറി കൊടുക്ക. സാറേ, സാറേ ഫോൺ. സാർ, എന്റെ പേര് രാമകൃഷ്ണൻ. നല്ല പേര്. പേര് പറയാനാ വിളിച്ചേ? ഞങ്ങൾ കുറച്ചുനാൾ സ്ഥലത്തുണ്ടാവില്ല, വീട് പൂട്ടി പോവാ. നിങ്ങൾ വീട് പൂട്ടി പോണ്ടതിന് ഞാനെന്ത് ചെയ്യാനാ? വീട് പൂട്ടി പോകുമ്പോ സ്റ്റേഷനെ വിളിച്ചറിയിക്കണം എന്നുള്ള പരസ്യം കാണാറുണ്ട്, അതുകൊണ്ട് വിളിച്ചാ. ഓ അങ്ങനെ. അഡ്രസ് പറ. ഫ്ലാറ്റ് നമ്പർ 12B. ആ ഒരു മിനിറ്റ്, ഞാനൊന്ന് എഴുതിക്കോട്ടെ. സാർ ചോദിച്ചാ ഞാൻ എഴുതിക്കോളാം. ആ ഫ്ലാറ്റ് നമ്പർ 12B. ഫ്ലാറ്റ് നമ്പർ 12B. സ്കൈ ലൈൻ. സ്കൈ ലൈൻ, മാവേലിപുരം കോളനി. മാവേലിപുരം കോളനി. സാറേ കറക്റ്റ് സ്പോട്ട് ഒന്ന് വെച്ചാ. കുരിശുപള്ളിക്കപ്പുറം അവിടെ. കുരിശുപള്ളിക്കപ്പുറം. അപ്പൊ ഒരു മാസം അവിടെ ആരും ഉണ്ടാവില്ല. ഒരു മാസം അമ്മടെ പുളുസോ. ആ ഓക്കെ, ഞാൻ നോക്കിക്കോളാം. ഇട തുറപ്പാ, നീയാണല്ലേ ഇത് എഴുതിയത്? നീ ഒന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ. മാച്ചോളാ. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. മണ്ടൻ. അല്ല, വായിക്കാൻ അറിയാൻ പാടത്ത ഞാനൊരു മണ്ടനാന്ന് പറഞ്ഞതാ. സാറേ, ഉത്സവം കഴിഞ്ഞ് കൊടിയിറങ്ങി, ഞാനങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. പൊയ്ക്കോ, സമയങ്ങളല്ലേ. പിന്നെ ആ SI പീതാംബരൻ സാറിന്റെ കയ്യിലിരിക്കുന്ന പോലത്തെ ഒരു മൊബൈൽ ഫോണേ. എന്തിനാ അതുപോലത്തെ ഒരു മൊബൈൽ ഫോൺ? ആദ്യം എന്നെ അടിച്ചേരും ഞാൻ. അതെ, ഇത് ഇവിടുത്തെ പേന ഇവിടെ ഇരിക്കട്ടെ. ഇല്ല, ഞാൻ പോകുമ്പോ പാറാവാൻ എന്നെ കള്ളാന്ന് വിളിക്കും. 12B സ്കൈ ലൈൻ. സത്യസന്ധനായ കള്ളൻ. യെസ്, പോലീസ് സ്റ്റേഷൻ. ഹലോ, ഞാൻ സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാ. കുറെ നേരമായി ട്രൈ ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ ആരും ബോംബ് വെച്ചിട്ടുണ്ട്. ബോംബോ? സിറ്റി ഹോസ്പിറ്റലോ? ഉടനെ എത്തിയില്ലെങ്കിൽ